ജയരാജന്റെ പ്രസ്താവനയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് CPM നേതാവ് ജയരാജൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി നിൽക്കുകയാണ് CPM നേതാക്കൾ. കേരളത്തിൽ നിന്ന് IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്ന് ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. മതതീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നുവെന്നും കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായെന്നും ജയരാജൻ പറഞ്ഞു. ജമായത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അപകടകരമായ ആശയതലം സൃഷ്ടിക്കുന്നുവെന്ന് ജയരാജൻ പറഞ്ഞു. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമേയമാക്കി ജയരാജൻ രചിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങുന്നത് വിശദീകരിച്ചാണ് പരാമർശം. കൂടുതൽ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. കശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ എത്തുകയും അവിടെ ഒരു ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടെന്നും ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഈ യുവാക്കൾ ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നാണ് ജയരാജൻ പറയുന്നത്. പുസ്തകത്തിന് വലിയ വിമർശനങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാൽ അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന CPM മുതിർന്ന നേതാവായ ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെടുകയുണ്ടായി. IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുൻപ് നിരവധി തവണ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതല്ലാത്ത വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്നും സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു. ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാനിറങ്ങിയ ജയരാജനും പാർട്ടിയും ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ലെന്നതാണ് പ്രസ്താവന തെളിയിക്കുന്നത്. സംഘപരിവാറിലേക്ക് ഒഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടിക്കൈകൾ മതിയാവില്ലെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും പ്രസ്താവനയിൽ സോളിഡാരിറ്റി വ്യക്തമാക്കിയിരുന്നു. അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലെന്ന് വിജയരാഘവൻ പ്രതികരിച്ചിരുന്നു. ജയരാജന്റെ പുസ്തകത്തിന് താനാണ് ആമുഖം എഴുതിയത്. പുസ്തകത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് അതിൽ എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗം ജയരാജന്റെ പരാമർശം. അദ്ദേഹത്തിന്റെ പരാമർശം പുറത്തു വന്നതോടെ വിഷയം കാട്ടുതീ പോലെ രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ചർച്ച ചെയ്യുകയായിരുന്നു. പല കോണുകളിൽ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു, ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നുവെന്നും ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെന്നും ജയരാജൻ വെളിപ്പെടുത്തി. അടുത്ത മാസം പുറത്തിറങ്ങുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജയരാജന്റെ ഈ പരാമർശങ്ങളെല്ലാം. ജയരാജന്റെ പുസ്തകം പുറത്തിറങ്ങുന്നതോടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും വലിയ വിവാദങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തിച്ചേരുക. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ജയരാജന്റെ പരാമർശത്തിൽ യാതൊരുവിധ പ്രതികരണവും CPM നടത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് ജയരാജൻ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തി എന്നത് മറ്റൊരു ചോദ്യം. എന്നാൽ അധിക നാൾ ഈ ചോദ്യങ്ങളിൽ നിന്നെല്ലാം CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഗുരുതരമായ ആരോപണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശമാണ് CPM-ന്റെ മുതിർന്ന നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മുസ്ലിം രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പുറത്തിറങ്ങാനിരിക്കുന്ന ജയരാജന്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ടാകും. അതേസമയം CPM നേതാവ് ജയരാജന്റെ പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശം ഏറ്റുപിടിച്ചുകൊണ്ട് ചർച്ച സജീവമാക്കുകയാണ് കത്തോലിക്ക സഭ മുഖപത്രമായ ദീപിക. ജയരാജൻ കണ്ട രാഷ്ട്രീയ ഇസ്ലാമിനെ CPM കാണാൻ ഇടയില്ല എന്ന തലക്കെട്ടോടെ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിലാണ് ദീപികയുടെ ആരോപണങ്ങൾ. ഈ വിഷയത്തിൽ കോൺഗ്രസിനും സമാന നിലപാടാണെന്നുമാണ് മുഖപ്രസംഗം പറഞ്ഞു വെക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് നിരോധനം, ഭീകരവാദ വിരുദ്ധ നിലപാട് എന്നിങ്ങനെയുള്ള കേന്ദ്ര സർക്കാർ നടപടികളെ പുകഴ്ത്താനും ദീപിക മുഖപ്രസംഗം തയ്യാറാകുന്നുണ്ട്. ജയരാജന്റെ കണ്ടെത്തലുകളിൽ പുതുമയില്ല, എന്നാൽ ഇസ്ലാമിക തീവ്രവാദത്തിന് CPM-ഉം കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്നും ലേഖനം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജയരാജന്റെ തുറന്നുപറച്ചിൽ പ്രസക്തമാകുന്നത്. ജയരാജന്റെ ഒരു കണ്ടെത്തലും പുതിയതല്ല, പക്ഷേ ഇസ്ലാമിക തീവ്രവാദത്തിന് CPM-ഉം കോൺഗ്രസും ഒരുപോലെ വളം വെച്ചു കൊടുക്കുകയാണെന്ന നിരീക്ഷണം നിലനിൽക്കെ ഈ തുറന്നുപറച്ചിലിന് പ്രസക്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമിക തീവ്രവാദം ആഗോളതലത്തിൽ വരുത്തിയ വിനാശങ്ങൾക്കനുസരിച്ച് ഇന്ത്യയിലെ കോൺഗ്രസും ഇടതു പാർട്ടികളും നിലപാടുകൾ സ്വീകരിച്ചില്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലതുപക്ഷ ചിന്തകൾക്കും രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കും വളരാൻ സഹായകമായി. ഇസ്ലാമോഫോബിയ എന്ന വാക്ക് പൂർണ്ണമായും തള്ളിക്കളയാനാവില്ലെങ്കിലും അതിന്റെ ദുരുപയോഗം കൊണ്ട് വളർന്നു പന്തലിച്ചത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന നിലയിലേക്ക് എത്തി. ഇത് ഇതര മതവർഗീയതകൾക്കും വളരാൻ സാഹചര്യമൊരുക്കിയെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തീവ്രവാദത്തോട് മതേതര പാർട്ടികൾ കണ്ണടച്ച് ഇരുട്ടാക്കിയെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട്.
ഇസ്ലാമിക തീവ്രവാദത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടവർ മതേതര രാഷ്ട്രീയത്തിന് നഷ്ടമുണ്ടാക്കി. വലതുപക്ഷ രാഷ്ട്രീയമാണ് ഇവിടെ ലാഭമുണ്ടാക്കുന്നത്. പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും കൊടുത്തല്ല ഭീകര പ്രസ്ഥാനങ്ങളെ നേരിടേണ്ടതെന്ന BJPയുടെ നിലപാടിന് സ്വീകാര്യത വർദ്ധിക്കുകയാണ്. പതിറ്റാണ്ടുകൾ ഭരിച്ചിട്ടും തീവ്രവാദത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കേരളം മാറി മാറി ഭരിച്ചവർക്ക് പോപ്പുലർ ഫ്രണ്ടിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. ഇസ്ലാമിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് അൽ ഖ്വയ്ദയും താലിബാനും ബോക്കോ ഹറാമും ഹമാസും ഹിസ്ബുള്ളയും പോപ്പുലർ ഫ്രണ്ടും ജമായത്തെ ഇസ്ലാമിയുമൊക്കെ പറയുന്നതെന്ന് ഇവർക്ക് എന്നാണ് മനസ്സിലാവുക എന്നും ദീപിക കോൺഗ്രസിനെയും CPMനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ പക്ഷപാതപരമായാണ് രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങും വിശകലനങ്ങളും നിരീക്ഷണങ്ങളും നടത്തുന്നത് എന്നും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത്തരം നിരീക്ഷണങ്ങൾ കേരളത്തിലെ പൊതുബോധത്തെ സ്വാധീനിച്ചു. അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗിൽ ഏറ്റവും അധികം മതപീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവരെ ഒഴിവാക്കി. പകരം ഏറ്റവും അധികം പീഡനങ്ങൾ നടത്തുന്നവരെ ഇരകളാക്കി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇറാഖിലും നൈജീരിയയിലും ഈജിപ്തിലും സിറിയയിലും ബുർക്കിന ഫാസോയിലും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇസ്ലാമിക ഭീകരർ ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുകയാണ്. ഇറാഖിൽ തീവ്രവാദികൾ കൊന്നൊടുക്കിയതിൽ ബാക്കിയുള്ള 3 ലക്ഷത്തോളം ക്രൈസ്തവർ ഇസ്ലാമിക് സ്റ്റേറ്റ് പ്രബലമായ 2014 ശേഷം പലായനം ചെയ്തു. മിഡിൽ ഈസ്റ്റിലെ ക്രൈസ്തവർ നേരിടുന്നത് വംശഹത്യയ്ക്ക് സമാനമായ പീഡനങ്ങളാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിയുന്ന മനുഷ്യരെക്കുറിച്ച് പറയണമെന്നതിൽ സംശയമില്ല. പക്ഷേ ലോകമെങ്ങും ഇസ്ലാമിക ഭീകര പ്രസ്ഥാനങ്ങൾ കൊന്നൊടുക്കുന്ന ക്രൈസ്തവരെക്കുറിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതിയില്ലെന്നും ദീപിക കുറ്റപ്പെടുത്തുന്നുണ്ട്.